ഈ കഥകളിയുടെ പ്രധാന ആകർഷണം അതിൻ്റെ വേഷവിധാനങ്ങൾ തന്നെയാണ്. എന്നാൽ കാലം മാറിയതോടുകൂടി വസ്ത്രങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. തുണിക്ക് പകരം പ്ലാസ്റ്റിക് ചാക്കുകളാണ് ഇപ്പോൾ പാവാടകളായി ധരിക്കുന്നത്. കടുത്ത ചൂടുള്ള കൊല്ലത്തെ കാലാവസ്ഥയിൽ കലോത്സവത്തിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ പ്രയാസങ്ങളൊന്നും കാണാം. കേശഭാരത്തോടു കൂടിയ വലിയ കിരീടങ്ങൾ, തിളങ്ങുന്ന പട്ടിൽ തീർത്ത കട്ടിക്കഞ്ചുകങ്ങൾ, നിറപ്പകിട്ടാർന്ന അരപ്പാവാടകൾ എല്ലാം കഥകളിയിലെ വേഷവിധാനത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത കാര്യങ്ങളാണ്. അരയ്ക്കു ചുറ്റും നീണ്ട വസ്ത്രച്ചുരുൾ ചുറ്റി അരയുടെ ആകാരവും വിസ്താരവും രൂപഭംഗിയും വർദ്ധിപ്പിച്ചാണ് അരപ്പാവാട ധരിക്കുന്നത്. ഇവിടെയാണ് വലിയ മാറ്റം വന്നിരിക്കുന്നത്. പണ്ടൊക്കെ കഞ്ഞിമുക്കി ഇസ്തിരിയിട്ട കോട്ടൺ തുണികളാണ് അരയ്ക്കു ചുറ്റും കെട്ടിയിരുന്നത്. എന്നാൽ ഇത്രയധികം തുണി ധരിക്കുന്നത് ഭാരക്കൂടുതലായതിനാൽ എല്ലാവരും പ്ലാസ്റ്റിക് ചാക്കിലേക്ക് ചുവടുമാറ്റി. ഒരു പരിപാടി കഴിഞ്ഞ് തുണി വൃത്തിയായി അലക്കാനും കൃത്യമായി സൂക്ഷിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പ്ലാസ്റ്റിക് ചാക്കുകളായതോടെ ആ പ്രശ്നത്തിന് പരിഹാരമായി. പക്ഷെ ചൂടാണ് വില്ലനായിരിക്കുന്നത്. കട്ടിയുള്ള പ്ലാസ്റ്റിക് വസ്ത്രങ്ങൾക്കിടയിൽ മത്സരാർത്ഥികൾ ഉരുകുകയാണ്. ഇപ്പോൾ ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളിലും നമ്മളിപ്പോൾ തുണിവാല് മാറ്റിയിട്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് ചാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചൂട് കൂടുതലാണ്, പക്ഷേ കനം കുറയും. ഞങ്ങൾ വേഷക്കാരെ സംബന്ധിച്ച് ഒരുപാട് ഗുണങ്ങളുണ്ട്. കടും ചൂടുള്ള ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാനൊക്കെ വല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു കനത്തിൻ്റെ ഒരു പ്രശ്നം അതിൽ നമുക്ക് അത് കുറഞ്ഞ് കിട്ടുന്നത് നമുക്ക് വലിയൊരു ഉപകാരപ്രദമായിട്ടുണ്ട്. എന്നാലും കഥകളി എന്ന കലയെ സംബന്ധിച്ചിട്ട് നമുക്ക് പഴയ സമ്പ്രദായം തന്നെയാണ് 100% വിജയമായിട്ടുള്ളത്. മനസ്സിൽ മത്സരത്തിന്റെ ചൂടും പുറത്ത് ഉഗ്രൻ താപനിലയും അതിജീവിച്ചാണ് കഥകളി കലാകാരന്മാരും കലാകാരികളും അരങ്ങിലെത്തുന്നത്. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം AT അശ്വതി, കേരള വിഷൻ ന്യൂസ്.